എല്ലാ വണ്ടിക്കുണ്ടോ? ബാക്കിൽ നിന്ന് വണ്ടി വരും. ഗൈസ്, എന്റെ എല്ലാ കളിയും ഞാൻ അവസാനിപ്പിച്ച് ഞാൻ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പോവാണ് ഗൈസ്. ഒരു വലിയൊരു ആക്സിഡന്റ് ഇന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാണ്ട് ഞങ്ങൾ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ഗൈസ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഗൈസ് സ്നോ കാണാൻ. ഇവിടെ വന്നപ്പോഴേക്കും എന്തൊരു അടിപൊളി ലൈഫാണ് ഇങ്ങനെ സ്നോയിൽ കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ എങ്ങനെയെങ്കിലും ദുബായിലേക്ക് എത്തിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലാണ്. ഞങ്ങൾ വളരെ അഹങ്കാരത്തിൽ സ്പീഡിലൊക്കെ പോകാൻ, സ്പീഡൊന്നും അല്ല, നോർമൽ സ്പീഡിൽ തന്നെ ആയിരുന്നു. പക്ഷെ ഒന്ന് ബ്രേക്ക് ഓട്ടി കിട്ടിയില്ല. വണ്ടിയുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് പോയി. എന്റെ പൊന്നോ, പക്ഷെ കാണാൻ നല്ല ഭംഗിയാ. പക്ഷെ ജീവിക്കാൻ വലിയ രസമൊന്നുമില്ല. ഒരു ദിവസമൊക്കെ ഓക്കെയാണ്. പിന്നെ അങ്ങോട്ടേക്ക് ശോകമാണ് ഗൈസ്, ശോകം. ഞാൻ ഇന്നലേക്ക് ആലോചിക്കായിരുന്നേ, ഇവിടെ ജീവിക്കുന്നവർ എന്തൊരു ഭാഗ്യവാന്മാരാണ്. ഇവിടെ ജീവിക്കുന്നവർക്കൊക്കെ എപ്പോഴും സ്നോ കാണാം, എപ്പോഴും സ്നോയിൽ കളിക്കുക എന്നൊക്കെ. പക്ഷെ ഇപ്പം മനസ്സിലായി, ഒരു ഭാഗ്യമില്ല. ദുബായിക്കാരാണ് ഭാഗ്യവാന്മാര്. ദുബായിലേക്ക് വരൂ, ദുബായിൽ പ്രോപ്പർട്ടീസ് വാങ്ങിക്കൂ, ദുബായിൽ സ്റ്റേ ചെയ്യൂ. ദുബായ് ഈസ് ഹെവൻ. അപ്പൊ ദുബായിൽ പ്രോപ്പർട്ടി മേടിക്കാൻ ആഗ്രഹമുള്ള, സ്കോട്ട്ലൻഡിലുള്ള തണുപ്പത്ത് ജീവിക്കുന്നവരുണ്ടെങ്കിൽ, ടാക്സും കൊടുത്ത് സ്കോട്ട്ലൻഡിൽ റിസ്കും പിടിച്ച് ഉള്ള ഈ ഒരു ജീവിതം ജീവിക്കുന്നവരുണ്ടെങ്കിൽ, ദുരന്തം പിടിച്ച് ഇവിടെ ജീവിക്കുകയും വേണം, റിസ്ക് ഉള്ള ലൈഫുമാണ്, ടാക്സും കൊടുക്കണം. പിന്നെ എന്തിനാണ് ഇവിടെ ആൾക്കാർ ജീവിക്കുന്നത് ഗൈസ്? അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും വെൽക്കം ടു ദുബായ്. ഹബീബി കം ടു ദുബായ്.